السلام عليكم ورحمة الله وبركاته. الحمد لله حمدا كثيرا طيبا مباركا فيه. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമാവലികൾ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തിബാ സുന്ന ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി അനുസരിച്ചുകൊണ്ടും പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഒട്ടനവധി അനുഗ്രഹങ്ങൾ എടുത്തു പരിശോധിച്ചു കഴിഞ്ഞാൽ ആ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് വിലമതിക്കാനാവാത്ത, വിസ്മരിക്കാനാകാത്ത ഒരു അനുഗ്രഹമാണ് വലിസാനം വശഫത്തൈൻ എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഒരു നാവും രണ്ട് ചുണ്ടുകളും എന്നുള്ള ആ ഒരു അനുഗ്രഹം. ആ അനുഗ്രഹത്തെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുള്ള ദിക്റുകൾ കൊണ്ട്, ദുആവുകൾ കൊണ്ട്, സ്വലാത്തുകൾ കൊണ്ട്, നന്മകൾ കൊണ്ട് പരിപോഷിപ്പിക്കുവാൻ, ജീവനുള്ളതാക്കുവാൻ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക എന്നുള്ളത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് ആ ഒരു അനുഗ്രഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്: മൻ അവ്വദ ലിസാനഹു ദിക്റല്ലാഹ് സ്വാനല്ലാഹു ലിസാനഹു അനിൽ ബാത്തിലി വല്ലഅ്ബ്. മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, അല്ലാഹുവിനെ ഓർക്കാനായിക്കൊണ്ട് ആരെങ്കിലും തന്റെ നാവിനെ ചലിപ്പിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ നാവ് കൊണ്ട് അള്ളാഹുവിന്റെ ദിക്റുകൾ സ്മരിക്കുന്നൊരവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ, അത്തരത്തിലുള്ള ആളുകളുടെ നാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ സംഭവിക്കാനിരിക്കുന്ന വൃത്തികേടുകളിൽ നിന്നും, മോശമായ കാര്യങ്ങളിൽ നിന്നും, അനാവശ്യമായ സംസാരങ്ങൾ, വാക്കുകളിൽ നിന്നുമെല്ലാം തന്നെ അള്ളാഹു ആ നാവിനെ സംരക്ഷിച്ചു നിർത്തുന്നതാണ്. അതുപോലെ തന്നെ ആ നാവിലൂടെ പുറത്തേക്ക് വരാനിരിക്കുന്ന ഉപകാരമില്ലാത്ത, പ്രയോജനം ലഭിക്കാത്ത സംസാരങ്ങളിൽ നിന്നുകൂടി അള്ളാഹു ആ നാവിനെ കടിഞ്ഞാണിട്ടുമെന്നുകൂടി മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് അദ്ദേഹം പഠിപ്പിക്കുന്നത്: വമൻ യബിസ ലിസാനഹു അൻ ദിക്രില്ലാഹി തആല തറത്തബ ബികുല്ലി ബാത്തിലിൻ വലഗ്വിൻ വഫുഹ്ഷിൻ. എന്നിട്ട് അദ്ദേഹം പറയാണ്, സഹോദരങ്ങളെ, ഇനി ആരുടെയെങ്കിലും നാവ് അള്ളാഹുവിനെ ഓർക്കാതെ, അള്ളാഹുവിന്റെ ദിക്റുകൾ സ്മരിക്കാതെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കിതാബിലൂടെ, ആ കിതാബിൽ അള്ളാഹു പരിചയപ്പെടുത്തുന്ന ആയാത്തുകളിലൂടെ ആ നാവിനെ ചലിപ്പിക്കാതെ, അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിക്കാൻ കാരണമാകുന്ന ദുആവുകൾ പരിശീലിപ്പിക്കാതെ ആ നാവിനെ നമ്മൾ സഞ്ചരിപ്പിക്കുകയാണെങ്കിൽ, മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്, ആ നാവ് ഉണങ്ങിപ്പോകുന്ന, ആ നാവ് കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ ഒരു പ്രയോജനവുമില്ല. മനുഷ്യർക്കിടയിൽ ആ നാവ് കൊണ്ട് പല രൂപത്തിലുള്ള പ്രയോജനങ്ങൾ നേടിയെടുത്തേക്കാം. പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ ആ നാവ് കൊണ്ട് അയാൾക്ക് ഒരു ഗുണവും ലഭിക്കുകയില്ല. അള്ളാഹുവിന്റെ പക്കൽ ആ നാവ് ഉണങ്ങിപ്പോവുകയും മാത്രമല്ല, ആ നാവിലൂടെ അള്ളാഹുവിനെ ഓർക്കാതിരുന്നാൽ, അള്ളാഹുവിന്റെ ദിക്റുകൾ പരിശീലിപ്പിക്കാതിരുന്നാൽ, ദുആവുകൾ വർദ്ധിപ്പിക്കാതിരുന്നാൽ, സ്വലാത്തുകൾ അധികരിപ്പിക്കാതിരുന്നാൽ, ആ നാവിലൂടെ വൃത്തികേടുകളും തോന്നിയവാസങ്ങൾ കലർന്നിട്ടുള്ള മ്ലേച്ഛകരമായ, ജീവിതത്തിൽ ഒരു പ്രയോജനവും ലഭിക്കാത്ത ഒരുപാട് സംസാരങ്ങളും വാക്കുകളും
ആ നാവിലൂടെ പുറത്തേക്ക് വരാൻ കാരണമാവുകയും ആ വൃത്തികേടുകളായ വാക്കുകൾ കൊണ്ട്, സംസാരങ്ങൾ കൊണ്ട് അവന്റെ നാവ് സദാസമയവും നനഞ്ഞിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്യുമെന്ന് മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, എത്രത്തോളം ഒരു കാഠിന്യമുള്ള ഒരു ഹദീസാണ്, കാഠിന്യമുള്ളൊരു വാക്കാണ് ഈ ഒരു വാചകത്തിൽ നിന്നും എനിക്ക് നിങ്ങൾക്ക് വായിക്കാനും പഠിക്കാനും കഴിയുന്നത്. അതുകൊണ്ട് ആ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് നമ്മുടെ നാവിനെ സദാസമയവും അള്ളാഹുവിന്റെ തൃപ്തിക്കും സ്നേഹത്തിനും അടുപ്പത്തിനും കാരണമാകുന്ന ദിക്റുകൾ കൊണ്ട്, ദുആവുകൾ കൊണ്ട്, സ്വലാത്തുകൾ കൊണ്ട്, മറ്റു ഇതര അമലുസ്വാലിഹാത്തുകൾ കൊണ്ട് നനഞ്ഞിരിക്കാൻ കാരണമാകുന്ന അമലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിന് സദാസമയവും നമ്മുടെ നാവിനെ പരിശീലിപ്പിക്കാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ രൂപത്തിൽ നന്മകൾ കൊണ്ട്, ദിക്റുകൾ കൊണ്ട്, ദുആവുകൾ കൊണ്ട്, സ്വലാത്തുകൾ കൊണ്ട് നാവ് നനയപ്പെടുന്ന, ആ നാവുകളിൽ നിന്നും വൃത്തികേടുകളിൽ നിന്നും മ്ലേച്ഛമായ സംസാരങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ കഴിയുന്ന വിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരലോകത്ത് ആ നാവിന്റെ ഫിത്നകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പരലോകത്ത് ആ നാവ് കൊണ്ട് ദുനിയാവിൽ നന്മകൾ ശീലിപ്പിച്ചതിന്റെ പേരിൽ സ്വർഗത്തിൽ കാരണക്കാരായി തീരുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മേവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ആമീൻ. വറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.